ഹായ് ഫ്രണ്ട്സ്, DIY എവറിത്തിങ് ഹോം മെയ്ഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ദീപാവലി സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക. നമ്മുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അവരവരുടെ കുട്ടിക്കാലത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ കേട്ടിരിക്കാനും നല്ല രസമാണ്. അതിൽ മെയിനായിട്ട് അവർ കളിച്ചിരുന്ന കളികൾ, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, അതൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് പഴയ കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. കൂടാതെ മുതിർന്നവർക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരുടെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനും സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഓല കൊണ്ടുള്ള ഒരു 5 കളിപ്പാട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 4 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് ഒരു ഓലപ്പന്താണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഓലേനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് ഓലപ്പന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഓല മതി. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പന്താണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നീളത്തിലുള്ള ഓല വേണം എടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ചെറിയത് മതിയെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ഓലയുടെ വീതിയുള്ള സൈഡ് ഇതുപോലെ പെർഫെക്റ്റായി ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സൈഡ് ഈ 4 ഓലയും കൂടി കൂട്ടിച്ചേർത്ത് കെട്ടുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓലയെ മെടഞ്ഞെടുക്കണം. ഇത് ഓലയുടെ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ഇതൊരു പന്തിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനൊരു പന്തിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഓലയുടെ എൻഡ് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ബാക്കിയുള്ളത് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയുക. ഈ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓലപ്പന്ത് ഇവിടെ സെറ്റായി കിട്ടും നമുക്ക്. നമ്മുടെ ഓലപ്പന്ത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഓലപ്പമ്പരാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ഓലപ്പമ്പരം ഉണ്ടാക്കാൻ ഒരൊറ്റ ഓലയുടെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഓലയുടെ 2 സൈഡും ഒരേപോലെ കട്ട് ചെയ്യുക. നമ്മൾ ഈ കാണുന്ന പ്രോസസ്സും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ക്രോസായി വെച്ചിട്ട് ഇതുപോലെ സെറ്റാക്കി എടുക്കുക.
ഒരു സിമ്പിൾ സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പമ്പരം റെഡിയാവും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഓലയുടെ സ്റ്റിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരറ്റം ഇതിൽ കാണുന്നത് പോലെ ടൈ ചെയ്യണം. നമ്മുടെ ഓല പമ്പരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് മൂവിങ് മാനിനെയാണ്. നമ്മളുടെ ഹാൻഡ് മൂവിങ് മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓലയും ആവശ്യമുണ്ട്, സ്റ്റിക്കും ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിക്കിൻ്റെ ഒരു സ്മോൾ പോർഷൻ എടുക്കണം. എന്നിട്ട് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഫോൾഡ് ചെയ്യുക. അത് മീൻ ചെയ്യണത് അതിൻ്റെ ഹാൻഡ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്മോൾ പോർഷൻ ഓഫ് ദ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അതിനെ ഈ ലീഫായിട്ട് അറ്റാച്ച് ചെയ്യണം. ഈ ഹാൻഡ് മൂവിങ് മാൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കളിപ്പാട്ടാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ബോഡി, അതായത് ഹെഡും ഇതിൻ്റെ ബോഡി പാർട്ടും ഉണ്ടാക്കിയെടുക്കണം. അത് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് മൂവിങ് മാൻ സെറ്റായി കിട്ടും. വേറെ ഒന്നല്ല, ഇതിൻ്റെ ഹെഡിനെയും ബോഡീനെയും ഇതായിട്ട് അറ്റാച്ച് ചെയ്യണം. ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു കളിപ്പാട്ടാണ് ഈ ഹാൻഡ് മൂവിങ് മാൻ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണ്ണടയാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു സിമ്പിൾ കണ്ണടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓലയുടെ ഒരൊറ്റ പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൽ കാണുന്നത് പോലെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്കിനെ ഇതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യണം. ഈ ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് ഈ കണ്ണാടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു കളിപ്പാട്ടാണിത്. അതുപോലെ തന്നെ ഈ കളിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ കൂളിംഗ് ഗ്ലാസ്സിനൊക്കെ പകരം ഇതൊക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് ഒക്കെ നടന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നമ്മുടെ കണ്ണാടി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ആരുടെ ഹെൽപ്പില്ലാതെ കുട്ടികൾക്ക് തനിയെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓലപ്പീപ്പിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഓലപ്പീപ്പി എന്ന് പറയുമ്പോൾ ഒരുപാട് നീട്ടത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഒരു മീഡിയം നീളത്തിലുള്ളൊരു ഓലപ്പീപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പീപ്പി സ്റ്റാർട്ട് ചെയ്യണത് ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓലപ്പീപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം. നമ്മളൊരു 1/4 പോർഷൻ കണ്ടിന്യൂ ചെയ്ത് റോൾ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ റൗണ്ടഡ് ഷേപ്പിലേക്ക് മാറ്റിയിട്ട് റോൾ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ബോട്ടം പാർട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് പേസ്റ്റ് ചെയ്യണം. കാരണം എന്നാലും മാത്രമാണ് അത് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മുടെ പീപ്പിയും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കളിപ്പാട്ടങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.